ടെക്സ് ആൻഡ് കിസിലേക്ക് എൻ്റെ എല്ലാ മക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്കൂളുകളിൽ നടത്തുന്ന IT ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ മക്കളും വീഡിയോ കണ്ട് നന്നായി പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇപ്പോഴത്തെ IT മന്ത്രി ആരാണ്? ഉത്തരം കേരളത്തിൻ്റെ വ്യവസായ വിവര സാങ്കേതിക വിദ്യ, അതായത് IT കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് നമ്മുടെ PK കുഞ്ഞാലിക്കുട്ടി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വകുപ്പും ഇദ്ദേഹം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരാണ്? ഇദ്ദേഹമാണ് കമ്പ്യൂട്ടറിൻ്റെ പിതാവായ ചാൾസ് ബാബേജ് എന്ന് മനസ്സിലാക്കുക. അദ്ദേഹം 19-ാം നൂറ്റാണ്ടിൽ രൂപകൽപ്പന ചെയ്ത അനലിറ്റിക്കൽ എൻജിൻ എന്ന യന്ത്രമാണ് ഇന്നത്തെ ആധുനിക കമ്പ്യൂട്ടറുകളുടെ അടിസ്ഥാന തത്വമായി മാറിയത് എന്നും മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര IT മന്ത്രി ആരാണ്? ഇദ്ദേഹം കേന്ദ്ര റെയിൽവേ മന്ത്രി കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ ചിത്രം മക്കൾ കണ്ട് പഠിക്കുക. അതുപോലെ തന്നെ ഇദ്ദേഹമാണ് അശ്വിനി വൈഷ്ണവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ IT പാർക്ക് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ IT പാർക്ക് തിരുവനന്തപുരത്തുള്ള ടെക്നോ പാർക്ക് ആണ്. ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ IT പാർക്കാണെന്നും മനസ്സിലാക്കുക. മക്കളെ, ഈ ഒരു ഇമേജ് മനസ്സിലാക്കുക. ഒരുപക്ഷെ ഈ ഒരു ചിത്രം തന്നിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക് ടെക്നോ പാർക്കാണെന്ന് ഇത് മക്കൾ മനസ്സിലാക്കി വെക്കുക. അത് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നും മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല ഏതാണ്? ഇതിൻ്റെ ആൻസർ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയാണ്. അത് തിരുവനന്തപുരത്തെ ടെക്നോ സിറ്റിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നും മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? പരം 8000 ആണെന്നും മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ IT വ്യവസായത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? FC കോഹ്ലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ബംഗളൂരു ആണെന്ന് മനസ്സിലാക്കുക. ബാംഗ്ലൂർ എന്ന് എഴുതിയാലോ ശരിയാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജിയോഗ്രഫി സോഫ്റ്റ്വെയറിൽ ഒരു സംസ്ഥാനത്തിൽ ക്ലിക്ക് ചെയ്താൽ ആ സംസ്ഥാനത്തിൻ്റെ പേരും തലസ്ഥാനവുമാണ് അറിയാൻ സാധിക്കുക. ശ്രദ്ധിക്കുക, ഇത് ജിയോഗ്രഫിയുടെ ലോഗോയാണെന്ന് മനസ്സിലാക്കുക. ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ കാണുന്നതിനായി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയായ GPS-ൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ആൻസർ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിർമ്മിത ബുദ്ധിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇദ്ദേഹത്തിൻ്റെ ചിത്രം മക്കൾ നന്നായി മനസ്സിലാക്കി വെക്കുക. ഇദ്ദേഹമാണ് ജോൺ മക്കാർത്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന AI ബോധവൽക്കരണ ക്ലാസിൻ്റെ പേര് എന്താണ്? ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. മക്കൾ നന്നായി പഠിക്കുക. സർവം AI മയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെറ്റ്വർക്കിങ്ങിന് സാധാരണയായി ഉപയോഗിക്കുന്ന കണക്ടറാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ പേര് എന്താണ്? ആൻസർ RJ45 എന്നും മനസ്സിലാക്കുക. അതുപോലെ തന്നെ HDMI മക്കൾ അതിൻ്റെ ഇമേജ് മനസ്സിലാക്കേണ്ടതാണ്. ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൊബൈൽ ഉപയോഗ സംബന്ധമായ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും സർക്കാരിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ പദ്ധതികളെക്കുറിച്ചുള്ള അവബോധം നൽകുന്നതിനുമുള്ള മൊബൈൽ ആപ്പ് ഏതാണ്? അതിൻ്റെ ആൻസർ സഞ്ചാർ സാഥി. ഈ ഒരു ഇമേജും ഇതിൻ്റെ ലോഗോ, സഞ്ചാർ സാഥിൻ്റെ ലോഗോയും മക്കളെ മനസ്സിലാക്കി വെക്കുക. റോഡുകളിലെ ട്രാഫിക് നിയമലംഘനങ്ങൾ മനുഷ്യ സഹായമില്ലാതെ തന്നെ കൃത്യമായി കണ്ടെത്താൻ പോലീസ് ഉപയോഗിക്കുന്ന ആധുനിക സംവിധാനം ഏതാണ്? അതിൻ്റെ ആൻസർ AI ക്യാമറകളാണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രിപ്റ്റയുടെ ലോഗോയാണ് ഈ കാണുന്നത്. ക്രിപ്റ്റാസ് ലോഗോ, ക്രിപ്റ്റയുടെ ലോഗോയാണിത്. ഇത് മനസ്സിലാക്കുക. ഒരുപക്ഷെ ഈ ഒരു ചിത്രം തന്നിട്ട് ഇത് ഏത് സോഫ്റ്റ്വെയറിൻ്റെ ലോഗോയാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്.
അതുകൊണ്ട് ഇത് ക്രിപ്റ്റയുടെ ലോഗോയാണെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ഫയൽ ഫോർമാറ്റ്, ക്രിപ്റ്റയുടെ ഫയൽ ഫോർമാറ്റ് .kra ആണെന്നും മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡോക്യുമെൻറ്റുകളെ സ്കാൻ ചെയ്തോ മൊബൈലിൽ ഫോട്ടോ എടുത്തോ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ടെക്സ്റ്റുകൾ ആക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ആൻസർ OCR, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന സൂചനകളിൽ നിന്ന് ലോഗോ തിരിച്ചറിയുക. ഇത് ഇന്ത്യയിലെ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഇത് രാജ്യവ്യാപകമായ ടെലികമ്മ്യൂണിക്കേഷൻ ശൃംഖലയിലൂടെ ഇൻ്റർനെറ്റ് സേവനങ്ങൾ നൽകുന്നു. ഇതാണ് BSNLൻ്റെ ലോഗോ എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. BSNL ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്നതാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം. ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് BSNLൻ്റെ ഔദ്യോഗിക ലോഗോയാണ്. കൂടാതെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഭാരത സർക്കാരിൻ്റെ കീഴിലുള്ള ഏക പൊതുമേഖല ടെലികോം സ്ഥാപനം BSNL ആണെന്ന് മനസ്സിലാക്കുക. ബാക്കിയെല്ലാം സ്വകാര്യ സ്ഥാപനങ്ങളാണെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിൻ്ററുമായി കമ്പ്യൂട്ടറിനെ ബന്ധിപ്പിക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന കേബിളാണ് ചിത്രത്തിലുള്ളത്. ഇതിൻ്റെ പേര് എന്താണ്? USB A to B കേബിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസ സംബന്ധമായ വിവരങ്ങളും വിദ്യാലയങ്ങളുടെ ചരിത്രവും പങ്കുവയ്ക്കുന്ന ഒരു ഡിജിറ്റൽ വിജ്ഞാനകോശമാണ് സ്കൂൾ വിക്കി എന്ന് മനസ്സിലാക്കുക. ഇതുപോലെ തന്നെ സമഗ്രയുടെ ലോഗോയും മക്കൾ കണ്ടുപഠിക്കേണ്ടതാണ്. ഇതാണ് സ്കൂൾ വിക്കിയുടെ ലോഗോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന ലോഗോ ഏത് സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമിൻ്റേതാണ്? ത്രെഡ്സ് എന്ന സാമൂഹിക പ്ലാറ്റ്ഫോമിൻ്റേതാണെന്ന് മനസ്സിലാക്കുക. മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ പുറത്തിറക്കിയ വോയിസ് അസിസ്റ്റൻ്റ് ഏതാണ്? ആൻസർ കോപൈലറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആരാണ്? ആഡ ലവ്ലെസ്. ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ കാണുന്നതിനായി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയായ GPS-ൻ്റെ പൂർണ്ണരൂപം എന്ത്? ഇത് നേരത്തെ ചോദിച്ച ചോദ്യമാണ്. GPS-ൻ്റെ പൂർണ്ണരൂപം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നതാണ്. ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ പഠിക്കാനും അറിയാനുമുള്ള ഒരു സോഫ്റ്റ്വെയർ ഏതാണ്? ആൻസർ ജിയോഗ്രഫിയാണ്. അതുപോലെ തന്നെ ഈ ജിയോഗ്രഫിയുടെ ലോഗോയും മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശാസ്ത്രീയവും ഗണിതശാസ്ത്രപരവുമായ ആശയങ്ങൾ മനസ്സിലാക്കാനും പരീക്ഷണങ്ങൾ നടത്താനുമുള്ള ഇൻ്ററാക്റ്റീവ് സിമുലേഷനുകൾക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്? ഫെറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഫിസിക്സ് എഡ്യൂക്കേഷൻ ടെക്നോളജിയാണ് അതിൻ്റെ പൂർണ്ണരൂപം എന്നും മനസ്സിലാക്കുക. ഡിജിറ്റൽ ചിത്രരചനയ്ക്കായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ആൻസർ ക്രിപ്റ്റയാണ്. ക്രിപ്റ്റയുടെ ഫയൽ ഫോർമാറ്റാണ് .kra. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആകാശ കാഴ്ചകൾ തത്സമയം 3D രൂപത്തിൽ കാണാൻ സഹായിക്കുന്ന ഒരു പ്ലാനറ്റേറിയം സോഫ്റ്റ്വെയർ ഏതാണ്? ആകാശ കാഴ്ചകൾ കാണാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സ്റ്റെല്ലേറിയം. ആ സ്റ്റെല്ലേറിയത്തിൻ്റെ ലോഗോയും മക്കൾ നന്നായി പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജിംബ് ലോഗോയും ഫയൽ ഫോർമാറ്റും. ഇതാണ് ജിംബിൻ്റെ ബിൽബർ എന്ന ലോഗോ. അതുപോലെ തന്നെ അതിൻ്റെ ഫയൽ ഫോർമാറ്റ് .xcf എന്നതാണ്. എക്സ്പെരിമെൻ്റൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി എന്നതാണ് അതിൻ്റെ പൂർണ്ണരൂപം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, LMS ലോഗോയും ഫയൽ ഫോർമാറ്റും. ഇത് LMSൻ്റെ വിൻഡോയാണ്. LMSൻ്റെ ഫയൽ ഫോർമാറ്റ് എന്നത് MMPZ എന്നതാണ്. ഇതാണ് LMSൻ്റെ ലോഗോ. അതായത് ഡിജിറ്റൽ സംഗീതം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് LMS സോഫ്റ്റ്വെയർ എന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രധാന ശബ്ദ ഫയലുകൾ ഏതൊക്കെ? ശബ്ദ ഫയൽ ഫോർമാറ്റുകൾ ഏതൊക്കെ? WAV, OGG ആൻഡ് FLAC. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓപ്പൺ ടൂൾസും ലോഗോയും ഫയൽ ഫോർമാറ്റും. ഇതാണ് ഓപ്പൺ ടൂൾസിൻ്റെ ലോഗോ. അതുപോലെ തന്നെ അനിമേഷൻ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഓപ്പൺ ടൂൾസ് എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ എക്സ്റ്റൻഷനാണ് .TNZ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വീഡിയോ ഫയൽ ഫോർമാറ്റ് ഏതൊക്കെയാണ്? MP4, AVI, GIF. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും പുതിയതും ജനപ്രിയവുമായ ഒരു AI ചാറ്റ് ബോട്ട് ഏതാണ്? ആൻസർ ഗൂഗിളിൻ്റെ ജെമിനി. AI വികസനത്തിന് ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ഭാഷ ഏതാണ്? ആൻസർ പൈത്തൺ. പൈത്തണിൻ്റെ ഫയൽ ഫോർമാറ്റാണ് .py. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രധാനപ്പെട്ട പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതൊക്കെ? പൈത്തൺ, അതുപോലെ തന്നെ ജാവ,
C++, ഇതൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പൈത്തണിൻ്റെ ലോഗോയാണിത്. ഇത് ജാവയുടെ ലോഗോ, C++ൻ്റെ ലോഗോയാണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചിത്ര ഫയൽ ഫോർമാറ്റ് ഏതൊക്കെ? JPG, PNG, GIF, SVG. ഇതിലേറ്റവും വ്യക്തത കൂടിയ ഫയൽ ഫോർമാറ്റ് ഇവിടെ SVG ആണ്. SVGയുടെ പൂർണ്ണരൂപം സ്കെയിലബിൾ വെക്റ്റർ ഗ്രാഫിക്സ് ആണെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ മനസ്സിലാക്കുക. JPGയുടെ പൂർണ്ണരൂപം ജോയിൻ്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്ട് ഗ്രൂപ്പ് എന്നതാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ PNGയുടെ പൂർണ്ണരൂപം പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ് ആണെന്ന് മനസ്സിലാക്കുക. ഗിഫിൻ്റെ ഗ്രാഫിക്സ് ഇൻ്റർചേഞ്ച് ഫോർമാറ്റ് ആണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇങ്ക്സ്കേപ്പ് ലോഗോയും ഫയൽ ഫോർമാറ്റും. ഇതാണ് ഇങ്ക്സ്കേപ്പിൻ്റെ ലോഗോ. ഇങ്ക്സ്കേപ്പിൻ്റെ ഫയൽ ഫോർമാറ്റ് .svg എന്നതാണ്. SVGയുടെ പൂർണ്ണരൂപം സ്കെയിലബിൾ വെക്റ്റർ ഗ്രാഫിക്സ്. ലാപ്ടോപ്പിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആദം ഓസ്ബോൺ ആണ്. 1981 അദ്ദേഹമാണ് ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള പോർട്ടബിൾ കമ്പ്യൂട്ടറായ ഓസ്ബോൺ ബൺ വികസിപ്പിച്ചെടുത്തത്. എന്നാൽ ലാപ്ടോപ്പ് എന്ന ആശയവും അതിൻ്റെ ആധുനിക ഡിസൈനും ആദ്യം അവതരിപ്പിച്ചത് അലൻ കെയ് ആണ്. അദ്ദേഹം വിഭാവനം ചെയ്ത ഡൈനാബുക്ക് എന്ന ആശയമാണ് പിന്നീട് ലാപ്ടോപ്പുകൾക്ക് വഴിയൊരുക്കിയത് എന്ന് മനസ്സിലാക്കുക. ആദം ഓസ്ബോൺ ആദ്യമായി വാണിജ്യാടിസ്ഥാനത്തിൽ കൊണ്ടു നടക്കാവുന്ന പോർട്ടബിൾ കമ്പ്യൂട്ടർ നിർമ്മിച്ചു. ബിൽമോ ഗ്രിഡ്ജ് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ സ്ക്രീൻ മടക്കി വെക്കാൻ കഴിയുന്ന ആധുനിക ലാപ്ടോപ്പ് ഡിസൈൻ ആദ്യമായി രൂപകൽപ്പന ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൗസ് കണ്ടുപിടിച്ചത് ആരാണ്? ഡഗ്ലസ് ഏംഗൽബെർട്ട് ആണ്. ഇദ്ദേഹത്തിൻ്റെ ചിത്രവും മക്കൾ പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടർ കീബോർഡിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ആരാണ്? ക്രിസ്റ്റഫർ ലാദം ഷോൾസ് ആണ്. ഇദ്ദേഹത്തിൻ്റെ ചിത്രവും പഠിക്കുക. കേർട്ടി ലേഔട്ട് എന്ന് ഇന്ന് നമ്മൾ മൊബൈലിലും കമ്പ്യൂട്ടറിലും ഉപയോഗിക്കുന്ന QWERTY കീബോർഡ് ലേഔട്ട് ഡിസൈൻ ചെയ്തത് ക്രിസ്റ്റഫർ ലാദം ഷോൾസ് ആണെന്ന് മനസ്സിലാക്കുക. അതായത് കേർട്ടി കീബോർഡ് ലേഔട്ട് ഡിസൈൻ ചെയ്തത് ക്രിസ്റ്റഫർ ലാദം ഷോൾസ് ആണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ്, ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വിൻസർഫ് ആണ്. TCP/IP പ്രോട്ടോകോൾ ഇൻ്റർനെറ്റിലൂടെ ഡാറ്റ കൈമാറ്റം ചെയ്യാൻ സഹായിക്കുന്നതാണ്. TCP എന്നത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, IP എന്നത് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. TCPയുടെ പൂർണ്ണരൂപം ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എന്നും IPയുടെ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ എന്നും മനസ്സിലാക്കുക. വേൾഡ് വൈഡ് വെബിൻ്റെ പിതാവ് WWWൻ്റെ പൂർണ്ണരൂപമാണ് വേൾഡ് വൈഡ് വെബ്. വേൾഡ് വൈഡ് വെബിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ടിം ബെർണേഴ്സ്-ലീ ആണെന്ന് മനസ്സിലാക്കുക. അടുത്തത്, ഇമെയിലിൻ്റെ പിതാവ് റേ ടോംലിൻസൺ ആണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന സംഭാവനകൾ: ആദ്യത്തെ ഇമെയിൽ 1871 അർപ്പാനെറ്റ് ശൃംഖലയിലൂടെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ആദ്യമായി ഇമെയിൽ സന്ദേശം അയച്ചത് അദ്ദേഹമാണ്. അറ്റുചിഹ്നം ഇമെയിൽ വിലാസങ്ങളിൽ ഉപയോക്താവിൻ്റെ പേരും കമ്പ്യൂട്ടറിൻ്റെ പേരും വേർതിരിക്കാൻ അറ്റ് സിമ്പൽ ചിഹ്നം തിരഞ്ഞെടുത്തത് സിമ്പൽ എന്ന ചിഹ്നം തിരഞ്ഞെടുത്ത് ഉപയോഗിച്ചു തുടങ്ങിയതും റേ ടോംലിൻസൺ ആണെന്ന് മനസ്സിലാക്കുക. ഇദ്ദേഹത്തിൻ്റെ ചിത്രവും മക്കൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഇദ്ദേഹമാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ ഉപജ്ഞാതാവ്. റിച്ചാർഡ് മാത്യു സ്റ്റാൾമാൻ ആണ്. ഇദ്ദേഹത്തെ RMS എന്നും വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ചിത്രവും മക്കളെ മനസ്സിലാക്കി വെക്കുക. ലിനക്സിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ലിനസ് ടോൾവാർഡ്സ് ആണ്. ഇദ്ദേഹത്തിൻ്റെ ചിത്രം മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്നാണ്? ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ഡിസംബർ 2 മനസ്സിലാക്കുക. അടുത്തത്, കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കമ്പ്യൂട്ടർ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്.
2025 ഓഗസ്റ്റ് 21 മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ഈ സാക്ഷരതാ ജില്ലയാക്കിയ അക്ഷയ പദ്ധതിയുടെ തുടർച്ചയായാണ് ഈ സംസ്ഥാന തലനേട്ടം. ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേയുടെ ക്വസ്റ്റ്യനാണ്. നമുക്ക് ചോദ്യം നോക്കാം. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്നാണ്? ഉത്തരങ്ങൾ മക്കൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.